നമസ്കാരം, ഞാൻ ഡോക്ടർ ദിലി ജോർജ്, കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ ഫ്രം കേരള. മഴക്കാലം വന്നോടുകൂടിയിട്ട് നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു കോമൺ ട്രെൻഡാണ് ഓർത്തോപെഡിക്സ് ഒ പി ഡിയിലെ പേഷ്യൻസിൻ്റെ എണ്ണം ദിനം പ്രതി കൂടി വരുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകും, അതിങ്ങനെ ഓർത്തോ പേഷ്യൻസ് കൂടി വരുന്നത്? സാധാരണ പനി, ജലദോഷം, തുമ്മൽ, നീരൊഴിച്ച ഇതൊക്കെയല്ലേ കൂടുന്ന മഴക്കാലത്ത്? വെൽ, ലെറ്റ് മി എക്സ്പ്ലെയിൻ. നമ്മുടെ മഴക്കാലങ്ങളിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു ഇതാണ്, നമ്മുടെ പ്രകൃതിയുടെ താപനില കുറഞ്ഞു വരുന്നു. അതോടൊപ്പം ചെറിയൊരു ഈർപ്പവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സന്ധികളിലേക്ക്, അതായത് നമ്മുടെ ജോയിൻറ്റുകളിലേക്കുള്ള മൈക്രോ സർക്കുലേഷൻ അഥവാ സൂക്ഷ്മനാഡിയിലൂടെയുള്ള രക്തോട്ടം അഥവാ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. കാരണം രക്തകോശങ്ങൾ ചെറുതായിട്ട് ചുരുങ്ങുന്നു, അതിലൂടെയുള്ള രക്തപ്രവാഹവും കുറയുന്നു. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ ജോയിൻറ്റുകളിലേക്കുള്ള തരുണാസ്ഥിയിലേക്കും പേശിയസ്ഥിയിലേക്കും ഒക്കെ രക്തോട്ടം പൊതുവെ കുറവാണ്. അതിന് മുകളിൽ മഴയും കൂടെ വരുമ്പോഴത്തേനും ഒന്നും കൂടെ രക്തോട്ടം കുറയുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചെറിയ ചെറിയ ഡാമേജുകൾ, ചെറിയ ചെറിയ തേയ്മാനങ്ങൾ ഓൾറെഡി ഉള്ള കാരണവന്മാർക്ക്, പ്രായമായ അച്ഛൻ അമ്മമാരിൽ ഈ വേദനകൾ കൂടി വരുന്നതായിട്ട് കാണാം. ഇനിയിപ്പോൾ പ്രായമായവർക്ക് മാത്രമാണോ? അല്ല, ചെറുപ്പക്കാർ, കുട്ടികൾ, യങ്സ്റ്റേഴ്സ് എല്ലാവർക്കും ഒരുപോലെ വരുന്ന വേദനകളാണ് ഈ മഴക്കാലത്ത് എല്ലുവേദനകൾ. അപ്പോൾ ഈ എല്ലുവേദനകൾ പ്രതിരോധിക്കാൻ ഞങ്ങൾ ഡോക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്നും എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിനെ പ്രതിരോധിക്കാനായിട്ട്. എന്തൊക്കെയാണ് അവ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തണുപ്പിന് ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത് ചൂട് തന്നെയാണ്. അപ്പോൾ നമ്മൾ സന്ധ്യാസമയത്തെ കുളി, പ്രത്യേകിച്ച് സന്ധ്യാസമയത്തെ കുളി നമുക്ക് ചൂടുവെള്ളത്തിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ രക്തകോശങ്ങൾ ഒന്ന് വികസിക്കുകയും രക്തോട്ടം നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. നമുക്ക് ഏറെക്കുറെയൊക്കെ നമുക്ക് ഈ ഒരു ചൂടുവെള്ളത്തിൽ കുളി കൊണ്ട് തന്നെ നമുക്ക് കുറേ സന്ധിവേദനകൾ നമുക്ക് തടയാൻ സാധിക്കും. ഇനി നമ്പർ 2, അടുത്തതായിട്ട് ഒരു ഓർത്തോ ഡോക്ടർ എന്നുള്ള സ്ഥിതിക്ക് ഞാൻ എല്ലാ പേഷ്യൻസിനോടും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് എല്ലാ വീടുകളിലും വേണ്ടുന്ന ഒന്നാണ് ഒരു ഹോട്ട് ബാഗ്. ഹോട്ട് ബാഗ് പല വിധത്തിലുണ്ട്. നമുക്ക് വെള്ളം തിളപ്പിച്ച് നിറച്ച് വെക്കാവുന്ന ഹോട്ട് ബ്ലാഡേഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ തുണി ചൂടുവെള്ളത്തിൽ മുക്കി നമുക്ക് അങ്ങനെ ഹോട്ട് ബാഗായിട്ട് ഉപയോഗിക്കാം, പിഴിയായിട്ട് ഉപയോഗിക്കാം. ഇനി അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് അല്ലെങ്കിൽ കറണ്ടിൽ കുത്തിയാൽ ചൂടാവുന്ന ഹോട്ട് ബാഗ്സ് ഉണ്ട്. വിച്ച് എവർ ഈസ് കൺവീനിയൻറ്റ്. നമുക്കൊരു ഹോട്ട് ബാഗ് എന്നും വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാരണവന്മാരായിട്ടുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു ഹോട്ട് ബാഗ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഓൾ കൈൻഡ്സ് ഓഫ് ഓർത്തോപെഡിക് പെയിൻ റെസ്പോണ്ട് വെരി വെൽ ടു ഹോട്ട് ഫോമെൻറ്റേഷൻ. അതുപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് മൂവ്മെൻറ്റ്. നമ്മൾ മഴക്കാലം വരുമ്പോൾ എല്ലാവരും സ്വതവേ ഒന്ന് മടിയന്മാരാവും. നമ്മൾ നല്ല ക്ലൈമറ്റൊക്കെ കൊണ്ട് അങ്ങനെ ചായ കുടിച്ച് അങ്ങനെ വെറുതെ ഇരിക്കുകയായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ബോഡിക്ക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അനക്കം കൊടുക്കേണ്ട ഒരു സമയമാണ് മഴക്കാലം. അപ്പോൾ ഏത് തരത്തിലുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്? നമുക്ക് ഒരു ഡിന്നറിന് ശേഷമോ അല്ലെങ്കിൽ എപ്പോഴും ഫുഡിന് ശേഷം എപ്പോഴും ഫ്രീ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ഉലാത്തുന്നത് നല്ലതാണ്, ഒന്ന് നടക്കുന്നത് നല്ലതാണ്. വീടിൻ്റെ മുറ്റത്ത് തന്നെ, മഴയൊക്കെയാണെങ്കിൽ പുറത്തോട്ടൊന്നും പോകണമെന്നില്ല, നമുക്ക് വീടിൻ്റെ സൗകര്യത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാർഡിയാക് ആക്ടിവിറ്റീസ്. കുറച്ച് ഇൻറ്റൻസ് ആയിട്ട് നല്ല വേദനകളുള്ളവരാണെങ്കിൽ അധികം ഇൻറ്റൻസ് അല്ലാതെ ഒന്ന് മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടക്കുന്ന ദൂരം കുറയ്ക്കാം, സമയം കുറയ്ക്കാം. പക്ഷേ ഇച്ചിരി ഫാസ്റ്റായിട്ട്, ഇച്ചിരി വേഗത്തിൽ നടക്കുകയാണെങ്കിൽ നമ്മുടെ കാർഡിയാക് ആക്ടിവിറ്റി അല്ലെങ്കിൽ കാർഡിയാക് റേറ്റ് ഒന്ന് കൂടണം, ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് അണയ്ക്കണം, ചെറുതായിട്ടൊന്ന് ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിൽ. അപ്പോൾ രക്തോട്ടം നന്നായിട്ട് ശരീരത്തിലുടനീളം രക്തോട്ടം കൂടും, രക്തധമനികൾ ഓപ്പൺ അപ്പ് ചെയ്യും. നമ്മൾ കാർഡിയോ അല്ലെങ്കിൽ കാർഡിയാക് ആക്ടിവിറ്റി തന്നെ പറയുന്ന മറ്റൊരു ടേം പ്ലംബിംഗ് എന്നാണ്. പ്ലംബിംഗ് എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൈപ്പുകളും വാട്ടർ ലൈൻ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രക്തധമനികളും ഓപ്പൺ അപ്പ് ചെയ്ത് പുതിയ ചാനൽസ് ഉണ്ടാക്കി, കാപ്പിലറീസ് ആൻഡ് ആർട്ടീരിയോൾസ് ഓപ്പൺ ചെയ്ത് അങ്ങനെ നല്ല രീതിയിലുള്ള സർക്കുലേഷൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് കാർഡിയോ ആക്ടിവിറ്റീസ്. അത് നടത്തമാവട്ടെ, സൈക്ലിംഗ് ആയിക്കോട്ടെ, ജോഗിങ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും. സോ അതുപോലെയുള്ള ഒരു മൂവ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. അതുപോലെ തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ മഴക്കാലങ്ങളിൽ എന്ത് ഭക്ഷിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ മിക്കപ്പോഴും നമ്മൾ നാട്ടുമ്പുറങ്ങളിൽ കണ്ടുവരുന്നത് ചൂടുള്ള ആഹാരം എന്നുള്ള നിലയ്ക്ക് കഴിക്കുന്നത് ചൂട് കഞ്ഞി, ചൂട് ദോശ അല്ലെങ്കിൽ അരിപ്പൊടി പലഹാരങ്ങൾ ചൂടായിട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ അരി ഭക്ഷണങ്ങൾ ചൂടാക്കി കഴിക്കുന്നു, കറികൾ കഴിക്കുന്നു. ഇവയെല്ലാം നമ്മൾ കഴിക്കുമ്പോൾ നല്ല ചൂട് നൽകുന്നെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്ന് അത്രമാത്രം ചൂട് അങ്ങനെ ഉണ്ടാക്കുന്നില്ല. അഥവാ തെർമോജനിക് ആയിട്ടുള്ള ഫുഡ്സ് അല്ല, ഹീറ്റ് എമിറ്റ് ചെയ്യുന്ന ഫുഡ്സ് അല്ല. അപ്പോൾ മഴക്കാലങ്ങളിൽ കുറച്ചും കൂടെ ബോഡി വാം ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളാണ് നല്ലത്. അഥവാ കുറച്ചും കൂടെ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളാണ് നല്ലത്. ബട്ടർ ആൻഡ് ഗീയിൽ കുക്ക് ചെയ്യുന്ന പദാർത്ഥങ്ങൾ നല്ലതാണ് മഴക്കാലങ്ങളിൽ. നല്ല ശരീരത്തിന് നല്ല ചൂട് നൽകുന്ന ആഹാരങ്ങളാണ്. പിന്നെ സ്വതവേ മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ മീറ്റ്, ഫിഷ്, എഗിൻ്റെ ഒക്കെ ഉപയോഗം കൂടുതലായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ദീസ് ആർ ഓൾ തെർമോജനിക് ഫുഡ്സ്, ശരീരത്തിന് ചൂട് നൽകുന്ന ആഹാരങ്ങളാണ്. അപ്പോൾ കൂടുതൽ പ്രോട്ടീനുള്ള ആഹാരങ്ങൾ, കൂടുതൽ ഫാറ്റുള്ള ആഹാരങ്ങൾ, കാർബോഹൈഡ്രേറ്റ്സ് മിതമായ രീതിയിലുള്ള ആഹാരങ്ങൾ, ആൻഡ് ഓഫ് കോഴ്സ് എല്ലാം വാമായിട്ട് തന്നെ കഴിക്കാം. പിന്നെ കഴിക്കാവുന്ന കാര്യങ്ങളാണ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ്.
ആൽമണ്ട്സ് അതുപോലുള്ള ആഹാരങ്ങളൊക്കെ ഹൈ കാലറി, ഹൈ ഡെൻസ് കാലറീസ് ആൻഡ് തെർമോജനിക് ആയിട്ടുള്ള ഫുഡ്സാണ്. അപ്പോൾ ഇതെല്ലാം കഴിക്കാം. ഇതിനെല്ലാത്തൊരുപരി ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭക്ഷണ പദാർത്ഥമാണ് ബോൺ ബ്രോത്ത്. അഥവാ ബീഫിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ മട്ടൻ്റെ ആവട്ടെ, നമ്മൾ ബോൺ അല്ലെങ്കിൽ നമ്മുടെ ഷാങ്ക് സൂപ്പായിട്ട് അല്ലെങ്കിൽ ബോൺ ബ്രോത്ത് ആയിട്ട് കഴിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ പച്ച മസാലകൾ, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ഒരു സൂപ്പ്. ഇത് ഏറ്റവും നല്ലൊരു കൊളാജൻ സോഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കൊളാജൻ ബോഡിയിലോട്ട് ചെല്ലുമ്പോഴത്തേനും ബോഡിയിൽ ആവശ്യമുള്ള സന്ധികളിലെല്ലാം റിപ്പയറിങ് ചെയ്യാനും അത് എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനുള്ള ഏറ്റവും ബെസ്റ്റ് റോ മെറ്റീരിയലാണ് കൊളാജൻ. ഈ കൊളാജൻ ഏറ്റവും കൂടുതലുള്ളത് കാണപ്പെടുന്നത് നമ്മുടെ ബോൺ ബ്രോത്തിലാണ്. അപ്പോൾ നല്ലൊരു ചൂട് സൂപ്പായിട്ട് കഴിക്കുന്നത്, അതായത് ബീഫ് ഓർ മട്ടൺ ഓർ ചിക്കൻ, വിച്ച് ഈസ് യുവർ പ്രിഫേർഡ് ചോയ്സ് ഓഫ് മീറ്റ്, അത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ട് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ഒട്ടുമിക്കവർക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആസ് എൻ ഓർത്തോപെഡിക് സർജൻ എനിക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സപ്ലിമെന്റ്സ്. നമ്മൾ ഈ മഴക്കാലങ്ങളിൽ കഴിച്ചിരിക്കേണ്ട സപ്ലിമെന്റ്സ്. ആൻഡ് ആസ് യു വുഡ് ഹാവ് ഓൾ ഗെസ്ഡ് ഇറ്റ്, നമ്പർ 1 സപ്ലിമെന്റ് ഈസ് വൈറ്റമിൻ ഡി. മഴക്കാലങ്ങളിൽ സൺലൈറ്റ് എക്സ്പോഷർ സ്വതവേ കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എപ്പിഡമിക് ആയിട്ട് വൈറ്റമിൻ ഡി കുറയുന്ന ഒരു സമയം എന്ന് പറയുന്നത് റെയിനി സീസൺ ആണ്. ഓക്കെ, സ്വതവേ എല്ലാവർക്കും കുറവാണ്, ആൻഡ് എസ്പെഷ്യലി ഡ്യൂറിങ് റെയിനി സീസൺ ഒന്നും കൂടെ ഫർദർ ഡൗൺ ആവുന്നു. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഡി ഏറ്റവും ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്ന ഒരു സമയമാണ് മഴക്കാലം. കാരണം ബോൺ ഡെൻസിറ്റി, ടെൻഡൻ ഹെൽത്ത്, നമ്മുടെ മൂഡ് സ്വിങ്സ് എല്ലാം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ, തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ഈ തണുപ്പുള്ള സമയങ്ങളിലാണ്. ഇറ്റ്സ് ബിക്കോസ് ലാക്ക് ഓഫ് സൺലൈറ്റ് ആൻഡ് ലാക്ക് ഓഫ് ലോ ലെവൽസ് ഓഫ് വൈറ്റമിൻ ഡി. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ ഡി എടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ മൂഡ്സ് ബെറ്റർ ആവുന്നു, നമ്മുടെ ജോയിന്റ് ഹെൽത്ത്, നമ്മുടെ ബോൺസ്, നമ്മുടെ ടിഷ്യൂസ്, നമ്മുടെ ടെൻഡൻ ആൻഡ് കൊളാജൻ എല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു മാസ്റ്റർ ഹോർമോൺ തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി. ഓക്കെ, അപ്പോൾ അത്രയും സംശയമുള്ളവർക്ക് അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടവർക്ക് നമുക്ക് അടുത്തുള്ള ലബോറട്ടറി പോയാൽ എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഫ്രീലി ചെക്ക് ചെയ്യാവുന്നതാണ് വൈറ്റമിൻ ഡി ലെവൽസ്. ഓക്കെ, സോ നമ്പർ വൺ സപ്ലിമെന്റ് ഈസ് വൈറ്റമിൻ ഡി. രണ്ടാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്ലിമെൻ്റ് ആണ് കാൽഷ്യം. നമ്മുടെ ഓസ്റ്റിയോപോറോസിസ്, എല്ലിൻ്റെ സാന്ദ്രത കുറവ്, എസ്പെഷ്യലി പോസ്റ്റ് മെനപ്പോസിൽ അർത്ഥവിരാമത്തിന് ശേഷമുള്ള സ്ത്രീകൾ, വയോധികരായിട്ടുള്ള ആണുങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾ, ഒരു ടീനേജിലുള്ള കുട്ടികൾ, മിക്കവർക്കും ഈ ബോൺ ക്രൈസ് അല്ലെങ്കിൽ നൈറ്റ് ക്രൈസ് ഒക്കെ വളരെ കോമൺ ആണ് ഈ മഴക്കാലത്ത്. അപ്പോൾ അവർക്കൊക്കെ അതാത് ഏജ് ഗ്രൂപ്പിലുള്ള ഡോസേജ് അനുസരിച്ച് ഒരു ഡോക്ടറുടെ നിർദ്ദേശ പ്രകാരമുള്ള കാൽഷ്യം ഡോസേജസ് കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഫോർ ബോൺ ഹെൽത്ത് ആൻഡ് ബെറ്റർ മസിൽ മെറ്റബോളിസം. മൂന്നാമതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സപ്ലിമെൻ്റ് ആണ് മഗ്നീഷ്യം. നമ്മൾ അധികം ആരും ഉപയോഗിക്കാത്ത ഒരു സംഭവമാണ്, എന്നാൽ ഇപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് മഗ്നീഷ്യം. വൈ? ബിക്കോസ് നമുക്ക് വരുന്ന ഈ മസിൽ ഉരുണ്ട് കയറ്റം, മസിൽ ക്രാംസ് അല്ലെങ്കിൽ പേശി വലിച്ചിലുകൾ, ഇതിനെല്ലാം ഏറ്റവും ബെസ്റ്റ് മസിൽ റിലാക്സൻ്റ് ആണ് മഗ്നീഷ്യം, ആസ് ഇൻ ദ ഫോം ഓഫ് മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ്. ഇതും നിങ്ങളൊരു ഡോക്ടറുടെ ഉപദേശം തേടുകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് പോയി ചെയ്യിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ മഗ്നീഷ്യം മസിൽ ക്രാംസ് കൊടുക്കുന്നു, മസിൽസിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാനും നല്ല മൈൻഡ് കാം ആൻഡ് റിലാക്സ് മൈൻഡ് കിട്ടാനും മഗ്നീഷ്യം നല്ലൊരു സപ്ലിമെൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധാരണകളുടെ സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന പലരോടും ആസ് എ ഡോക്ടർ ഞാൻ പറയുന്നു, യു നീഡ് സപ്ലിമെൻറ്റ്സ് അറ്റ്ലീസ്റ്റ് ഇൻ ദ ഫോം ഓഫ് വൈറ്റമിൻ ഡി, കാൽഷ്യം, മഗ്നീഷ്യം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ മഴക്കാലത്തുണ്ടായേക്കാവുന്ന അസ്ഥിരോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളിത് ആവശ്യമുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, എല്ലാവരെയും അറിയിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കൊരു പരിധി വരെ നമുക്ക് ഒരു ഹോസ്പിറ്റൽ വിസിറ്റോ അല്ലെങ്കിൽ ഒരു വേദനയിലൂടെ പോകുന്ന ഒരു കണ്ടീഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.